ഇവിടെ നിന്ന് കാണും കേട്ടോ. മോള് ഇതിനകത്ത് കയറിയിരുന്നു. സാർ അതിനകത്ത് കയറി നോക്കിയായിരുന്നു? ഇല്ല സാർ. ഇനി ഞാൻ പ്രത്യേകം പറയണ കയറി നോക്കാൻ. കയറി നോക്കണോ? ശരി സാർ. അതെ, എല്ലാ സ്ഥലവും അരിച്ചു പറക്കണം. എന്താടി നിന്ന് പരുങ്ങുന്നത്? കൊച്ചതിനകത്ത് എങ്ങനെ ഉണ്ടോ? ഉച്ചയ്ക്ക് വിളമ്പാനുള്ള ചോറും കറിയോ സാറേ? സംശയം ഉണ്ടെങ്കിൽ സാറ് നോക്കിക്കോ. ആ, നോക്കാൻ തന്നെയാ പോകുന്നത്. നീ ഇവിടെ തന്നെ കാണണം. ഞാൻ പിന്നെ എവിടെ പോകാനാ സാറേ? നീ എന്താടി തിരുവാതിര പഠിച്ചിട്ടുണ്ടോ? നമ്മളെയൊക്കെ ആര് പഠിപ്പിക്കാനാ സാറേ? പിന്നെ കുറച്ച് മാർഗം കളി അറിയാം. ആ മാർഗം നീ എന്റെ അടുത്ത് എടുക്കണ്ട. എന്റെ പൊന്നു മോളെ, നീ ഇപ്പൊ തല ഉയർത്തല്ലേ? തൊട്ട് മുന്നിലാ കാലം നിൽക്കുന്നത്. ഇതൊക്കെ എന്താടി? ചോറാ സാറേ. ഉപ്പ് പിടിച്ചിട്ടുണ്ടോ സാറേ? കുറച്ചു നേരം കൂടി ഇരിക്കണം, എന്നാലേ പിടിക്കൂ. വെച്ച ഉടനെ ഇറക്കി വെച്ചതാ. ആ, കുഴപ്പമില്ല. കുട്ടി ഇവിടേക്ക് വന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇവിടെ എങ്ങനെയാ സാറേ കുട്ടി വരുന്നത്? ആ, വാടോ സർ. വാ. ഭഗവാനെ, ഇപ്പോഴാ എന്റെ ഉയിര് നേരെ വീണത്. എന്താടോ? സാർ, അവിടെയും ഇല്ല സാർ. നിങ്ങൾ എല്ലായിടത്തും ശരിക്കും തെരഞ്ഞോ? നോക്കിന്നല്ല അമ്മ അവരിപ്പോ പറഞ്ഞേ. അപ്പൊ എങ്ങനെയാ ചന്ദ്രബോസേ? ശാലിനെ കൊണ്ടുപോകണോ? അത് വിഷ്ണു. മിസ്റ്റർ ACP, മേഡം, നന്ദിയുണ്ട് നിങ്ങൾ ഇത്രയും നേരം ജോലിയോട് കാണിച്ച കൂറിന്. അത് പിന്നെ കമ്മീഷണർ ഓഫീസിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു മേഡം. ആ പ്രഷർ കളക്ടറോടും കളക്ടറുടെ വീട്ടുകാരോടും നന്നായി കാണിക്കണമെന്നും കമ്മീഷണർ പറഞ്ഞിരുന്നോ? അതോ സത്യാമ്മ എന്നെ ശരിക്കും ദ്രോഹിച്ചേക്കണമെന്ന് പറഞ്ഞ വല്ല കൈമടക്കം തന്നോ? മേഡം, ഇപ്പൊ പന്ത് എന്റെ കോർട്ടിലാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് മുഴുവൻ ഒരക്ഷരം തിരിച്ചു പറയാതെ നിന്ന് കേൾക്കേണ്ടി വരും അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിന്. ഇവള് കൊച്ചിനെ നാട് കടത്തിയിട്ടുണ്ട് ചന്ദ്രബോസ്. കൊച്ചിനെ കാണാതായി ഇവിടെ അന്വേഷിച്ചു വരുന്ന അവൾക്ക് മുമ്പേ അറിയാം. അതുകൊണ്ട് കൊച്ചിനെ ഇവിടെ നിർത്തില്ലല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവളെ കൊണ്ടുപോയി നിങ്ങളുടെ ആ സെല്ലിനകത്തിട്. വനിതാ പോലീസുകാരോട് കയറിയൊന്നും മേയാൻ പറ. തത്ത പറയുന്ന പോലെ ഇവളെ കാര്യങ്ങൾ മണി പോലെ പറയും. ഇനി എന്റെ മോനെ കല്യാണം നടത്താതിരിക്കാൻ എന്റെ പപ്പി മോനെ എന്തെങ്കിലും ചെയ്തോന്ന് പോലും ഞാൻ സംശയിക്കുവാ. ദേ, അതിനും മടിക്കത്തില്ല ഇവള്. സത്യമേ, ദൈവദോഷം പറയരുത്. എന്റെ മോള് കൂടി അവള്, ഈ വീട്ടിലെ കുട്ടി. മോള് ഇവിടെ തന്നെ ഇരുന്നു. എല്ലാരും പോയിട്ടിറങ്ങിയാ മതി. എന്റെ കൊച്ചേ, ഇനി ഇങ്ങനെയുള്ള സാഹസമൊന്നും കാണിക്കല്ലേ. ശാലിനി കുഞ്ഞിനെ കൊച്ചിന്റെ ആൾക്കാരിട്ട് പൊരിക്കുക. വിഷ്ണുട്ടാ, ദയവ് ചെയ്ത് സത്യമേ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുപോ.
എന്നിട്ട് പപ്പിയെ മറ്റെവിടെയെങ്കിലും പോയി അന്വേഷിക്കേ. നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും കൂടുതൽ അപകടത്തിലേക്ക് പോവുകയുള്ളൂ. അമ്മേ വന്നേ പോവാ. വെറുതെ ശാലിനി സംശയിച്ചിട്ടും എടാ, വിടാ. അമ്മ പപ്പി ഇവിടെ ഒന്നുമില്ല. അമ്മ വന്നേ കേറ്. ഇല്ല, പറഞ്ഞത്. അമ്മയോട് വരാനാ പറഞ്ഞത്. നമുക്ക് വേറെ എവിടെ നോക്കാം. അപ്പൊ പിന്നെ നിങ്ങളും പോവല്ലേ സാറേ? സാറിന്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോ ഇപ്പൊ കൊച്ചിനെ കണ്ടെത്തി തരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങള്. ഇനിയിപ്പോ ഞങ്ങൾ തന്നെ തിരക്കി ഞങ്ങളുടെ കൊച്ചിനെ കണ്ടുപിടിച്ചോളാം. പിന്നെ ചെയ്തു തന്നതിനൊക്കെ നന്ദിയുണ്ട്. മേഡം സോറി, കമ്മീഷൻ കൂടി ഇടപെട്ട കേസായതുകൊണ്ട് വേണോ? സാർ, ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. സർ, ഒരു സ്കൂൾ ബാഗ് കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ. പപ്പിയുടെ ബാഗ്. സാർ, അത് എന്റെ ബാഗാ. മോളുടെ ബാഗായിരുന്നോ? ആ, എന്താണോ ഇത്? ആ കുഞ്ഞിന്റെ ബാഗാണോ എടുത്തോണ്ട് വരുന്നത്? സോറി സാർ, അതവിടെ കിടക്കുന്ന കണ്ടപ്പോ എന്താ മോളുടെ പേര്? സത്യ. ആ നല്ല പേരാണല്ലോ. നോക്കട്ടെ, ആ ബാഗ് ഒന്ന് കാണിച്ചേ. ഇത് ഞങ്ങളുടെ പപ്പിമോളുടെ ബാഗ് തന്നെയാ. വിഷ്ണു, വിഷ്ണു ഇടാ, ഇത് പപ്പിമോളുടെ ബാഗ് തന്നെയല്ലേ? നോക്ക്. നോക്കടാ. അത് തുറന്നു നോക്കണോ? ഇങ്ങ് തരും. എടാ, സാർ, പത്മിനി എന്നാ ഇതില്? ഇങ്ങോട്ട് എടുക്കണോ? സാർ, ഞാൻ പറഞ്ഞില്ലേ പിടിച്ച് കയറ്റണോ? അയ്യോ, ബാലേട്ടാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കൊച്ചുമോളെ ഒന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ എന്തൊക്കെയാ സാറേ കാണിക്കുന്നേ? സത്യം തെളിയിക്കാൻ പോലീസിന്റെ പല മാർഗങ്ങളുണ്ട്. അതിന്റെ ചില ചടങ്ങുകളായി നടക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. മോളെ, മേഡം, തെളിവുകൾ മേഡത്തിനെതിരാണ്. മേഡത്തെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സ്റ്റേഷൻ വരെ കൊണ്ടുപോകേണ്ടി വരും. കളക്ടറായാലും മന്ത്രിയായാലും കുറ്റം തെളിയിക്കാൻ പോലീസിന് ചോദ്യം ചെയ്യാതിരിക്കാനാവില്ല മേഡം. ചന്ദ്രബോസെ, നീ മിണ്ടരുത്. ഇത് പിടിക്കണം. വിഷ്ണു, നീ ഇതിൽ ഇടപെടരുത്. അവര് പറയിപ്പിച്ചോളൂ പപ്പിമോളെ എവിടെ അവളെ ഒളിപ്പിച്ചിരിക്കുന്നെന്ന്. മേഡം, നമുക്ക് അങ്ങോട്ട് പോയാലോ?
പപ്പിമോളുടെ മിസ്സിങ്ങിന് പിന്നിലും ഈ ബാഗ് ഇവിടെ എങ്ങനെ വന്നു എന്നതിലും ഞങ്ങൾക്കൊരു പങ്കുമില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിക്ക് ശക്തമായ തിരിച്ചടി തരാൻ ഒരുങ്ങി നിന്ന ആളല്ലേ. ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ലല്ലേ. ഞാനങ്ങനെ ദൈവത്തെ ഒന്നും വിളിക്കുന്ന ആളല്ല. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അങ്ങനെ ഒരാളുണ്ട്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പന്ത് എന്റെ കൂട്ടിലേക്ക് തിരിച്ചു വരത്തില്ലല്ലോ. എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്കങ്ങ് പോയേക്കാം. എന്താ വേണം? മോളെ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ അമ്മ, തടസ്സപ്പെടുത്തണ്ട. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ എനിക്ക് അവസരം തന്നതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയാടി. നിന്റെ ഈ ജോലിയുണ്ടല്ലോ, അത് ഇന്നോടുകൂടി തീരും. പിന്നെ നിനക്ക് നിന്റെ അമ്മയുടെ കൂടെ കുടുംബശ്രീ ഹോട്ടലിൽ വന്ന് അരിമാവ് കുഴച്ച് ജീവിക്കാം. സാർ, ഡിസ്ട്രിക്ട് കളക്ടറാ, അവർക്ക് അവരുടെ വണ്ടി വരാനുള്ള അവകാശമുണ്ട്. താനെ നിയമമൊന്നും പഠിപ്പിക്കണ്ട. വിലങ്ങ് വെക്കാത്ത തന്നെ എന്റെ കാരുണ്യാന്ന് കരുതിയാ മതി. പിടിച്ച് കേട്ടവരെ. മാഡം, സത്യയുടെ അമ്മേ. പപ്പി, ഈശ്വര, മോളിത് എവിടെയായിരുന്നു? ഞങ്ങളൊക്കെ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? എന്താ മോളെ ഉണ്ടായേ? സത്യയുടെ അമ്മ എന്നോട് ക്ഷമിക്കണം. ആരും അറിയാതെ ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നു. സത്യക്ക് മാത്രമേ അതറിയായിരുന്നുള്ളൂ. പപ്പി, മോളെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാ. വിഷ്ണു അച്ഛന്റെ കല്യാണം മുടങ്ങാൻ വേണ്ടിയാ. വിഷ്ണു അച്ഛന്റെ കല്യാണം മുടങ്ങിയ വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മയെ കല്യാണം കഴിക്കുമല്ലോ. എങ്കിലത് ഇവരോടുകൂടി പറഞ്ഞോളെ. ഇല്ലെങ്കിൽ മോളുടെ സത്യയുടെ അമ്മ പോലീസും ഉണ്ടാവും. വിഷ്ണു, അമ്മേ, അമ്മയോട് പറഞ്ഞു കേട്ടില്ലേ? ഇതിൽ ശാലിനിക്കോ ഇവിടെയുള്ളവർക്കോ യാതൊരു പങ്കുമില്ല. മോള് ധൈര്യമായിട്ട് പറഞ്ഞു. സാറേ, സത്യയുടെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ തനിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ. ഇവർക്കൊന്നും അറിയില്ല ഞാനിവിടെ നിന്ന കാര്യം. സത്യയുടെ മുറിയിലാ ഞാൻ കഴിഞ്ഞത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ പപ്പിയെ സപ്പോർട്ട് ചെയ്തതാ. എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പൊ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ അല്ലേ? സർ, ഈ കുട്ടികൾ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട.
ഇപ്പൊ തന്നെ ഇവളെ അറസ്റ്റ് ചെയ്യണം. അവളുടെ വീട്ടിൽ നിന്ന് പപ്പിമോളെ കിട്ടിയതെന്ന് ഓർക്കണം. അമ്മ മാഡം, പ്രോട്ടോകോളും റൂൾസും ഞാൻ ACPക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. ഒരൊറ്റ കോള് ഫോണിൽ നിന്ന് പോയാ മതി. മാഡം അത് പിന്നെ സാർ ഇനി ഇവിടെ നിൽക്കണ്ട, ഇത് പണിയാവും. കുട്ടികൾ ചില്ലറക്കാരില്ല. അവരേത് കോടതിയിലും വന്ന് പിള്ളേര് സാറിനെതിരെ മൊഴി കൊടുക്കും, പുലിവാല് പിടിക്കും. സോറി മാഡം. ഛേ, സത്യാമ്മേ, ദൈവമേ എന്ന് വിളിച്ചോണ്ട എന്റെ അമ്മ ഓരോ ദിവസവും എഴുന്നേക്കുന്നത്. ആ വിശ്വാസത്തിൽ ജീവിക്കണമെന്ന് ഞങ്ങൾ 3 മക്കളെയും അമ്മ പഠിപ്പിച്ചേക്കുന്നത്. സ്വയം ഒരുക്കി തീർന്നാലും മറ്റുള്ളവർക്ക് വെളിച്ചമാവാൻ ഈശ വേണ്ട. എന്ന് കരുതി ഇവിടെ അങ്ങ് നിർത്തിയിട്ട് പോണോടാ. വിടാൻ അങ്ങോട്ട്, വാടി ഇങ്ങോട്ട്. മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. കേറി വണ്ടിയില്, എടി കേറിയിരിക്കടി. വിഷ്ണു വന്ന് കേറ്. സത്യേ, അവിടെ നിക്ക്. ശാലിനി, എന്താ ഇതൊക്കെ? എന്താണെന്ന്? മോളെ, ഇനി ഒരു ചോദ്യം പറച്ചിലും ഒന്നും വേണ്ട. അല്ലാതെ എന്നെ പോലീസിനെ ആൾക്കാരെയൊക്കെ കണ്ട് കൊച്ചു പേടിച്ചിരിക്കുക. അല്ലെങ്കിൽ തന്നെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛൻ മാറ്. അച്ഛാ, അച്ഛനോട് മാറാനാ പറഞ്ഞത്. മാറി നിൽക്കാനല്ലേ പറഞ്ഞ ശാലിനി? നീ ഇതെന്ത് ഭാവിച്ച? അച്ഛനും അമ്മയും കൂടി ലോളിച്ച് തന്നെ അതെ ഇവൾ ഇത്രയും വഷളായത്. അത് അമ്മയ്ക്കറിയോ? എന്റെ മുഖത്ത് നോക്കിയാ ഇവള് കള്ളം പറയുന്നേ. ഇവളെ ഇനി ഇങ്ങനെ വിടാൻ പറ്റില്ല. നിന്റെ ചോദ്യം പറച്ചിലും കേട്ട മോളെന്തോ വലിയ കുറ്റം ചെയ്ത പോലെ ഉണ്ടല്ലോ. വലുതായാലും ചെറുതായാലും കുറ്റം കുറ്റം തന്നെയാണ് അച്ഛാ. കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു തുടങ്ങുമ്പോഴേ അത് തിരുത്തണം. ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തോന്നണ വഴിക്ക് പോവും.
സത്യ, ഇങ്ങോട്ട് നീങ്ങി നിക്ക. ഇങ്ങോട്ട് നീങ്ങി നിക്കായി. ഞാൻ എന്താ നിന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നെ? എന്താന്ന്? തല പോയാലും കള്ളം പറയരുതെന്ന്. എന്നിട്ട് എന്താടി നീ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നെ? പറയാൻ നീ എന്താ ഇപ്പൊ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നെന്ന്? മോളെ, അവൾ ഇനി ചെയ്യില്ല അങ്ങനെയൊന്നും. അമ്മ എന്തിനാ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നേ? അമ്മ കണ്ടതല്ലേ, എന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടവരുടെ മുന്നിൽ ഞാൻ ഇന്ന് തല താഴ്ത്തി നിന്നു. ആര് കാരണ? ദേ, എന്റെ പുന്നാര മോള് കാരണം. പോട്ടെ, ചെറിയ കുട്ടിയല്ലേ. ചെറിയ കുട്ടികൾ കാണിക്കുന്ന പണിയാണോ അമ്മ ഇവള് കാണിച്ചു വെച്ചിരിക്കുന്നത്?